പോറ്റിയെ കേറ്റിയെ പാട്ടിനെതിരായ പരാതിക്ക് പിന്നിൽ ഗൂഢലക്ഷ്യമെന്ന് തിരുവാഭരണപാത സംരക്ഷണ സമിതി ചെയർമാൻ കെ ഹരിദാസ്. പരാതി നൽകിയ പ്രസാദ് കുഴിക്കാല സംഘടന വിട്ടുപോയ ആളാണ്. സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ പരാതി നൽകാതെ അനാവശ്യ പരാതി നൽകിയിരിക്കുകയാണ്. ചിലരെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഇതെന്നും ചെയർമാൻ കെ ഹരിദാസ് പറയുന്നു. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുന്നുണ്ട്. ഗോകുല്, ഇന്നലെ ഏതാണ്ട് ഇതേ സമയത്ത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് തിരുവാഭരണപാത സംരക്ഷണ സമിതി DGPക്ക് പരാതി നൽകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ ആ തിരുവാഭരണപാത സംരക്ഷണ സമിതി ഈ പരാതിക്ക് പിന്നിൽ ഗൂഢലക്ഷ്യമുണ്ട് എന്ന സംശയം മുന്നോട്ട് വയ്ക്കുകയാണ്. ചെയർമാൻ ഹരിദാസ് എന്തെല്ലാം വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മോട് പറഞ്ഞിട്ടുള്ളത്? ഗോകുൽ. നീലിമ, അതായത് ഇന്നലെ പരാതി നൽകിയ പ്രസാദ് കുഴിക്കാല എന്ന് പറയുന്ന ജനറൽ സെക്രട്ടറി ആണെന്ന് പറഞ്ഞു നടന്ന അദ്ദേഹം ഈ സംഘടനയുടെ ഭാഗമല്ലാതായിട്ട് നാളുകളേറെയായി സംഘടന ഉപേക്ഷിച്ചു പോയ ഒരു വ്യക്തിയാണ് അയാൾ ഇത്തരത്തിലൊരു പരാതി DGPക്ക് നൽകിയത് വഴി ഗൂഢാലോചനയുണ്ട് അല്ലെങ്കിൽ ഗൂഢമായിട്ടുള്ള എന്തോ നീക്കമുണ്ട് എന്ന് സംശയിക്കുകയാണെന്നാണ് ഇപ്പോൾ തിരുവാഭരണപാത സംരക്ഷണ സമിതിയുടെ ചെയർമാനായിട്ടുള്ള കെ ഹരിദാസ് വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ പോറ്റിയെ കേറ്റിയെ എന്ന് പറയുന്ന ആ പാരഡി പാട്ടിനെതിരായിട്ട് അതുമായി ബന്ധപ്പെട്ട പരാതിയിൽ ഈ തിരുവാഭരണപാത സംരക്ഷണ സമിതിക്ക് യാതൊരു ബന്ധവുമില്ല. ഈ സംഘടന വിട്ടുപോയ ആളാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. പരാതിക്ക് പിന്നിൽ ഗൂഢലക്ഷ്യമുണ്ട്. സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ പരാതി നൽകാതെ ഇപ്പോൾ ഇങ്ങനെ പാട്ടിനെതിരെ പരാതി ഒരു അനാവശ്യ പരാതിയായിട്ടാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. ചിലരെ രക്ഷിക്കാനുള്ള ശ്രമമാണെന്നാണ് നിലവിൽ ഈ ചെയർമാനായിട്ടുള്ള കെ ഹരിദാസ് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രസാദ് കുഴിക്കാല എന്ന് പറയുന്ന ആൾ ഈ സമിതി വിട്ടുപോയിട്ട് പുതിയ സംഘടന തുടങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അയാളുടെ ലക്ഷ്യങ്ങൾ അത് കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട്, പരിശോധിക്കേണ്ടതുണ്ട്. ദ്വാരപാലക പാളി, കട്ടിളപ്പാളി എന്നിവയിലെ സ്വർണം കൊണ്ടുപോകുന്നതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം. അതാണ് മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത്. അതൊന്നും കാണാതെ ഇങ്ങനൊരു കേവലം ഒരു പാട്ടിനെതിരെ DGPക്ക് പരാതി നൽകിയത് അത് തീർത്തും മോശകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇവർ പറയുന്നത്. അത് മാത്രമല്ല, ഈ തിരുവാഭരണപാത സംരക്ഷണ സമിതി എന്ന് പറയുന്നത് ഒരു സംഘടനയല്ല, അതൊരു കൂട്ടായ്മ മാത്രമാണ്. അതൊരു രജിസ്റ്റേർഡ് സംഘടനയോ ഒന്നും തന്നെ അല്ല. അത് തിരുവാഭരണപാതയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് ആ രീതിയിൽ അതിനെ സുഗമമാക്കുന്ന, അവിടുത്തെ നിയമ നടപടികളൊക്കെ സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൂട്ടായ്മ മാത്രമാണ്. അത് രജിസ്റ്റേർഡ് സംഘടനയല്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ഒഫീഷ്യലായിട്ടുള്ള ഒരു കംപ്ലൈന്റ് ആയിട്ടൊന്നും അതിനെ കണക്കാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഇപ്പോൾ കെ ഹരിദാസ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആ DGPക്ക് നൽകിയ പരാതിയിൽ സർക്കാർ നിയമ നടപടി അടക്കം ആരംഭിക്കാനായിട്ട് ഒരുങ്ങുകയാണ് എന്നുള്ള വാർത്ത പുറത്തു വന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഈ രീതിയിലൊരു പരാമർശവുമായിട്ട് ഈ പാത സംരക്ഷണ സമിതിയുടെ ഔദ്യോഗിക വക്താക്കൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്നലെ പരാതി നൽകിയ വ്യക്തിക്കുമായിട്ട് ഈ സംഘടനയ്ക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ് കെ ഹരിദാസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നീലിമ. ശരി ഗോകുൽ.